അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. യൂണിറ്റ് 10ന്റെ PYQയിൽ നിന്നും പാർട്ട് 3 ആണ് പറയുന്നത്. ആദ്യത്തെ ചോദ്യം, മൻ ഹുവൽ അമീനുൽ ആം ലി ജാമിഅത്തി ദുവലുൽ അറബിയ? ജാമിഅത്തു ദുവലുൽ അറബിയയുടെ ജനറൽ സെക്രട്ടറി ആരാണ്? ഇത് 2013 ക്വസ്റ്റ്യൻ ആണ്. ആ ഒരു സമയത്ത് ജനറൽ സെക്രട്ടറി ആരാണെന്നാണ് ചോദ്യം. ഓപ്ഷൻ എ അമ്ര മൂസ, ഓപ്ഷൻ ബി നബീലുൽ അറബി, ഓപ്ഷൻ സി ഹൂഫി അനാൻ, ഓപ്ഷൻ ഡി മൂസൽ ഹദ്ദാദ്. കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി നബീലുൽ അറബി എന്നുള്ളതാണ്. നബീലുൽ അറബി 2011 ജാമിഅത്തു ദുവലുൽ അറബിയയുടെ ജനറൽ സെക്രട്ടറി ആവുകയും 2016 വരെ അദ്ദേഹം ആ ഒരു സ്ഥാനം ഏറ്റെടുക്കുകയും ചെയ്തിട്ടുണ്ട്. എന്നാൽ അമ്ര മൂസ എന്ന് പറയുന്ന ഒരു വ്യക്തി 2001 മുതൽ 2011 വരെയാണ് ജാമിഅത്തു ദുവലുൽ അറബിയയുടെ ജനറൽ സെക്രട്ടറി ആയിട്ടുള്ളത്. നാം മനസ്സിലാക്കേണ്ട ഇത്തരത്തിലുള്ള ചോദ്യത്തിൽ ഇപ്പോഴത്തെ ജനറൽ സെക്രട്ടറി അത്തരം കാര്യങ്ങളാണ് നമ്മൾ പഠിക്കേണ്ടത്. ഇപ്പോഴത്തേത് അഹ്മദ് അബുൽ ഗൈത്ത് ആണ്. നബീലുൽ അറബി 2016 ആ ഒരു സ്ഥാനത്ത് നിന്ന് ഒഴിവായതിനു ശേഷം അഹ്മദ് അബുൽ ഗൈത്ത് ആണ് ആ ഒരു സ്ഥാനം ഏറ്റെടുക്കുകയും 2025 ഇപ്പോഴും അമീനുൽ ആം ലി ജാമിഅത്തു ദുവലുൽ അറബിയ എന്നറിയപ്പെടുന്നത് അഹ്മദ് അബുൽ ഗൈത്ത് ആണ്. അടുത്ത ചോദ്യം, ജാമിഅത്തു ഫഅസ് തഖഉ ബലദു ഏത് നാട്ടിലാണ് ഫഅസ് യൂണിവേഴ്സിറ്റി സ്ഥിതി ചെയ്യുന്നത്? ഓപ്ഷൻ എ അൽ മഗ്റബ്, ഓപ്ഷൻ ബി തൂനിസ്, ഓപ്ഷൻ സി ലിബിയ, ഓപ്ഷൻ ഡി അൽ ജസായിർ. കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ അൽ മഗ്റബ്. മൊറോക്കയിലാണ് ഫഅസ് എന്ന് പറയുന്ന സിറ്റി ഉള്ളതും ജാമിയ ഉള്ളതും. അടുത്ത ചോദ്യം, അൽ ബഹ്റുൽ അഹ്മർ ഹുവ മഅറൂഫുൻ ബി? ബഹ്റുൽ അഹ്മറിന് അറിയപ്പെടുന്ന പേര് എന്താണ്? ഓപ്ഷൻ എ അൽ ബഹ്റുൽ മയ്യിത്ത്, ഓപ്ഷൻ ബി ബഹ്റുൽ ഹിന്ദ്, ഓപ്ഷൻ സി ബഹ്റുൽ ഖുൽസും, ഓപ്ഷൻ ഡി അൽ ബഹ്റുൽ അത്ലസി. കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി ബഹ്റുൽ ഖുൽസും എന്നുള്ളതാണ്. ബഹ്റുൽ അഹ്മറിനെ മറ്റു പേരിലും അറിയപ്പെടുന്നുണ്ട്. ബഹ്റുൽ ഖുൽസും, ബഹ്റുൽ ഹബിഷ, ബഹ്റുൽ തഹാമി, ബഹ്റുൽ ഖസബ് എന്നുള്ള പേരിലെല്ലാം. അടുത്ത ചോദ്യം, മദീനത്തുൻ ദാറുൽ ബൈലാ തഖഉ ഫി? ദാറുൽ ബൈലാ എന്ന് പറയുന്ന സിറ്റി എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ഓപ്ഷൻ എ അമേരിക്ക, ഓപ്ഷൻ ബി ബരീത്വാനിയ, ഓപ്ഷൻ സി ഓസ്ട്രേലിയ, ഓപ്ഷൻ ഡി അൽ മഗ്റബ്. കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി അൽ മഗ്റബ്. മൊറോക്കയിലാണ് ദാറുൽ ബൈലാ എന്നുള്ള പട്ടണം സ്ഥിതി ചെയ്യുന്നത്. അടുത്ത ചോദ്യം, അസ്സസ മുഹമ്മദ് അലി. മുഹമ്മദ് അലി സ്ഥാപിച്ചിട്ടുണ്ട് 1842 മുഅസ്സസത്തൻ ലി തർജമ, ട്രാൻസ്ലേഷന് വേണ്ടിയുള്ള ഒരു സ്ഥാപനം. അസ്മാഹ, എന്നിട്ട് അതിന് പേര് എന്താണ് നൽകിയിട്ടുള്ളത്? ഓപ്ഷൻ എ മദ്രസത്തുൽ ലി തർജമ, ഓപ്ഷൻ ബി ഖലമുൽ ലി തർജമ, ഓപ്ഷൻ സി മഅഹദു തർജമ, ഓപ്ഷൻ ഡി ദാറുൽ ലി തർജമ. കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ മദ്രസത്തുൽ ലി തർജമ എന്നുള്ളതാണ്. അടുത്ത ചോദ്യം, ബഅദ ഹംലത്തി നാബിലിയൂൻ, നെപ്പോളിയൻ അധിനിവേശത്തിന് ശേഷം സദറത്ത് മിൻ മിസ്ർ, മിസ്റിൽ നിന്ന് പബ്ലിഷ് ചെയ്തിട്ടുണ്ട് സൊഹീഫത്തു ബരീദ് മിസ്ർ, ബരീദ് മിസ്ർ എന്ന് പറയുന്ന ഒരു പത്രം. ബില്ലുവ ഏത് ഭാഷയിലായിരുന്നു? ഓപ്ഷൻ എ അൽ അറബിയ, ഓപ്ഷൻ ബി അൽ ഖിബ്തിയ, ഓപ്ഷൻ സി അൽ ഫറൻസിയ, ഓപ്ഷൻ ഡി അൽ ഇൻജിലീസിയ. കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി അൽ ഫറൻസിയ. ഫ്രഞ്ച് ഭാഷയിലായിരുന്നു ബരീദ് മിസ്ർ എന്ന് പറയുന്ന പത്രം പബ്ലിഷ് ചെയ്തത്. അടുത്ത ചോദ്യം, വലത്തു വലമ്മാലം അജ്ദലി അറായിസി റിജാലൻ വഖഫാൻ വഅത്തു ബനാതി ഫി ഹാദൽ ബൈത്ത് അൽ അറായിസ് ഹിയ ജംഉ. ഹാഫിദ് ഇബ്രാഹിമിന്റെ അറബി ഭാഷയെക്കുറിച്ചുള്ള കസീദയിൽ നിന്നുള്ള ബൈത്താണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അതായത് അറബി ഭാഷ തന്റെ ആവലാതികൾ രേഖപ്പെടുത്തുകയാണ്. ഒരുപാട് മക്കളെ അദ്ദേഹം അതായത് അറബി ഭാഷ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. എന്നാൽ ഇപ്പോ ആ മക്കളൊന്നും അറബി ഭാഷയെ സംരക്ഷിക്കാൻ കാണുന്നില്ല, കുഴിച്ചു മൂടപ്പെട്ട പോലെയാണ് കാണുന്നത്. ഇവിടെ അൽ അറായിസ് എന്ന് പറയുന്ന വാക്കിന്റെ
മുഫ്രദ് എന്താണെന്നാണ് ചോദിക്കുന്നത്. ഏത് വാക്കിന്റെ ജം ആയിട്ടാണ് അൽ അറായിസ് എന്നുള്ളത് ഇവിടെ കൊടുത്തിരിക്കുന്നത്? ഓപ്ഷൻ എ അരീസത്ത്, ഓപ്ഷൻ ബി അറൂസ്, ഓപ്ഷൻ സി ഇർസ്, ഓപ്ഷൻ ഡി ഉർസ്. കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി അറൂസ് എന്നുള്ളതാണ്. അറൂസ് എന്നതിന്റെ ജം ആണ് അൽ അറായിസ് എന്നുള്ളത്. അടുത്ത ചോദ്യം, ദൗലത്തു ലിബിയ തഖഉ. ലിബിയ എന്ന് പറയുന്ന ആ ഒരു രാഷ്ട്രം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ഓപ്ഷൻ എ ഇസ്രാലിയ, ഓപ്ഷൻ ബി ഔറുബ, ഓപ്ഷൻ സി ആസിയ, ഓപ്ഷൻ ഡി ഇഫ്രീഖിയ. കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി ഇഫ്രീഖിയ. ആഫ്രിക്കയിലുള്ള ഒരു സ്ഥലമാണ് ലിബിയ. അടുത്ത ചോദ്യം, ഇന്ന റുസാഫത്ത മൻസിലുൽ ഖലീഫ ജമഅൽ മകാരിമു വൽ അസായിമു വത്തുഖ. കലിമത്തു അൽ അസായിം ഹിയ ജംഉ. ജരീറിന്റെ ദീവാനിലുള്ള ഒരു വരിയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇവിടെ അൽ അസായിം എന്ന് പറയുന്ന വാക്ക് ഏതിന്റെ ജം ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്? അതായത് അൽ അസായിം എന്നതിന്റെ മുഫ്രദ് എന്താണ്? ഓപ്ഷൻ എ അസ്മ്, ഓപ്ഷൻ ബി ഇസ്മത്ത്, ഓപ്ഷൻ സി അസീമത്ത്, ഓപ്ഷൻ ഡി അസൂമത്ത്. കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി അസീമത്ത്. അസീമത്ത് എന്നുള്ളതിന്റെ ജം ആണ് അൽ അസായിം എന്നുള്ളത്. അടുത്ത ചോദ്യം, മൻ ഹുവ റഈസു ജംഹൂരിയത്തു മിസ്റുൽ അവ്വൽ. ആദ്യത്തെ മിസ്റിന്റെ റഈസ് ജംഹൂരിയ ആരാണ്? ഓപ്ഷൻ എ ബഷാറുൽ അസദ്, ഓപ്ഷൻ ബി അബ്ദുൽ ഫത്താഹ് സിസി, ഓപ്ഷൻ സി മുഹമ്മദ് മുർസി, ഓപ്ഷൻ ഡി ജമാൽ അബ്ദുൽ നാസർ. റഈസു ജംഹൂരിയത്തു മിസ്റുൽ അവ്വൽ ആരാണ്? കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി മുഹമ്മദ് മുർസി എന്നുള്ളതാണ്. അടുത്ത ചോദ്യം, ബൈത്തുൽ ലഹ്മ്. ബൈത്തുൽ ലഹ്മ് കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? ഓപ്ഷൻ എ ബൈത്തു ഷിഅറും മിൻ ഖസീദത്തിൻ മൽഹമിയ. ഇതിഹാസ കാവ്യത്തിൽ നിന്നുള്ള ഒരു വരിയാണ്. ഓപ്ഷൻ ബി മസ്നഉൽ ലുഹാം, അതായത് ഇറച്ചിയുടെ ഫാക്ടറിയാണ്. ഓപ്ഷൻ സി മഹല്ലു ബൈഉൽ ലുഹൂം, ഇറച്ചി വിൽപ്പന നടത്തുന്ന ഷോപ്പാണ്. ഓപ്ഷൻ ഡി മദീനത്തും ഫി ഫിലസ്തീൻ, ഫലസ്തീനുള്ള ഒരു പട്ടണമാണ്. കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി മദീനത്തും ഫി ഫിലസ്തീൻ. ബൈത്തുൽ ലഹ്ം എന്ന് പറയുന്നത് ബത്ലഹേം എന്ന് പറയുന്ന ആ ഒരു സ്ഥലം, ആ ഒരു സിറ്റി മദീനയില്, ആ ഒരു മദീന ഫലസ്തീനിലേതാണ്. അടുത്ത ചോദ്യം, അൽ ബഹറുൽ അബിയദ് യുത്ലഖു അലൈഹി ഐലൻ. നേരത്തെ ബഹറുൽ അഹ്മറിനെ ബഹറുൽ കുൽസും എന്ന് പറഞ്ഞതുപോലെ ബഹറുൽ അബിയദ് എന്തു പേരിലാണ് അറിയപ്പെടുന്നത്? ഓപ്ഷൻ എ അൽ ബഹറുൽ അറബ്, ഓപ്ഷൻ ബി അൽ ബഹറുൽ മയ്യിത്ത്, ഓപ്ഷൻ സി അൽ ബഹറുൽ മുതവസ്സിത്ത്, ഓപ്ഷൻ ഡി ബഹറുൽ കുൽസും. കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി അൽ ബഹറുൽ മുതവസ്സിത്ത്. അൽ ബഹറുൽ അബിയലിന്റെ മറ്റൊരു പേരാണ് അൽ ബഹറുൽ മുതവസ്സിത്ത്. അടുത്ത ചോദ്യം, തഖഉൽ അൻബാർ ഫി. അൽ അൻബാർ എന്ന് പറയുന്ന പട്ടണം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ഓപ്ഷൻ എ അൽ ഇറാഖ്, ഓപ്ഷൻ ബി സൂരിയ, ഓപ്ഷൻ സി ലബനാൻ, ഓപ്ഷൻ ഡി മിസ്ർ. കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ അൽ ഇറാഖ് എന്നുള്ളതാണ്. അൻബാർ പട്ടണം സ്ഥിതി ചെയ്യുന്നത് ഇറാഖിലാണ്. അടുത്ത ചോദ്യം, അൽ അസ്ഹർ മസ്ജിദും ഫിൽ ഖാഹിറ. അസ്ഹർ എന്ന് പറയുന്നത് കെയ്റോയിലെ ഒരു പള്ളിയാണ്. വഹുവൽ അഹമ്മു ജാമിയ ഇസ്ലാമിയ ബനാഹു. ഇപ്പൊ അത് ഇസ്ലാമിക് യൂണിവേഴ്സിറ്റി ആയി മാറിയിരിക്കുന്നു. പ്രധാനപ്പെട്ട ഒരു ഇസ്ലാമിക് യൂണിവേഴ്സിറ്റി ഇന്ന് അവിടെയുണ്ട്. ബനാഹു, അത് ആരാണ് പണിതത്? ഓപ്ഷൻ എ അൽ മുഅ്തസിം ബില്ല, ഓപ്ഷൻ ബി ജൗഹർ സഖലി, ഓപ്ഷൻ സി ഷാഹ് അൽ ഫാറൂഖ്, ഓപ്ഷൻ ഡി അബു മൻസൂർ മുഹമ്മദ് അൽ അസ്ഹരി. കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി ജൗഹർ സഖലി. അസ്ഹർ പള്ളിയുടെ സ്ഥാപകൻ അല്ലെങ്കിൽ അസ്ഹർ യൂണിവേഴ്സിറ്റിയുടെ സ്ഥാപകനൊക്കെ ആയിട്ട് അറിയപ്പെടുന്നത് ജൗഹർ സഖലിയാണ്. ഫാത്തിമി ഭരണാധികാരിയുടെ കൽപ്പന പ്രകാരമാണ് ജൗഹർ സഖലി ഇത് പണിയുന്നത്.
അടുത്ത ചോദ്യം, അവ്വലു മത്തുബഅ മിസ്രിയ ഹിയ. ഈജിപ്തിലെ ആദ്യത്തെ അച്ചടിശാല ഏതാണ്? ഓപ്ഷൻ എ മത്തുബഅത്തുൽ ജവാഇബ്, ഓപ്ഷൻ ബി ദാറുൽ മആരിഫ്, ഓപ്ഷൻ സി അൽ മത്തുബഅത്തുൽ അഹ്ലിയ, മത്തുബഅത്തു ബൂലാഖ്, ഓപ്ഷൻ ഡി അൽ മത്തുബഅത്തുൽ കാസുലീക്കിയ. കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി ആണ്. ഈജിപ്തിലെ ആദ്യത്തെ പ്രിന്റിംഗ് പ്രസ് എന്ന് പറയുന്നത് മത്തുബഅത്തുൽ അഹ്ലിയ അല്ലെങ്കിൽ മത്തുബഅത്തുൽ ബൂലാഖ് അല്ലെങ്കിൽ അൽ മത്തുബഅത്തുൽ അമീരിയ എന്ന് പറയുന്ന പ്രിന്റിംഗ് പ്രസ് ആണ്. ഈ 3 പേരിലും ആ ഒരു പ്രിന്റിംഗ് പ്രസ് അറിയപ്പെടുന്നുണ്ട്. അൽ മത്തുബഅത്തുൽ അഹ്ലിയ, അൽ മത്തുബഅത്തുൽ അമീരിയ, മത്തുബഅത്തു ബൂലാഖ്. മത്തുബഅത്തു ബൂലാഖ് എന്നാണ് കൂടുതലും പറയാറ്. അടുത്ത ചോദ്യം, മുഅസ്സിസു ജാമിഅത്തു ഐനു ഷംസ്. ജാമിഅത്തു ഐനു ഷംസിന്റെ സ്ഥാപകൻ ആരാണ്? ഓപ്ഷൻ എ തോഹ ഹുസൈൻ, ഓപ്ഷൻ ബി റിഫാഅത്ത് തഹ്താവി, ഓപ്ഷൻ സി അലി അത്വൻതാവി, ഓപ്ഷൻ ഡി അഹ്മദ് ഷൗക്കി. കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ തോഹ ഹുസൈൻ ആണ്. തോഹ ഹുസൈന്റേതാണ് ജാമിഅത്തു ഐനു ഷംസ്. അടുത്ത ചോദ്യം, മജ്മുഅൽ ലുഗൽ അറബിയ തഅസ്സസത് ഫി. 1932 മജ്മുഅൽ ലുഗൽ അറബിയ എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്, സ്ഥാപിച്ചിട്ടുള്ളത്? ഓപ്ഷൻ എ അൽ ഇസ്കന്ദരിയ, ഓപ്ഷൻ ബി അൽ ഖാഹിറ, ഓപ്ഷൻ സി അസ്സകാസീഖ്, ഓപ്ഷൻ ഡി അൽ മഹല്ലത്തുൽ കുബ്ര. കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി അൽ ഖാഹിറ. കെയ്റോയിലാണ് ആദ്യമായിട്ട് 1932 മജ്മുഅൽ ലുഗൽ അറബിയ സ്ഥാപിക്കുന്നത്. അടുത്ത ചോദ്യം, തതകവ്വനു ദൗലത്തുൽ ഇമാറാത്തുൽ അറബിയ മീൻ. യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ് എത്ര എമിറേറ്റുകൾ കൂടിച്ചേരുന്നതാണ്? ഓപ്ഷൻ എ സലാസ ഇമാറാത്ത്, ഓപ്ഷൻ ബി ഇഹ്ദ അശ്റത ഇമാറാത്ത്, ഓപ്ഷൻ സി തിസ്ഉ ഇമാറാത്ത്, ഓപ്ഷൻ ഡി സബ്ഉ ഇമാറാത്ത്. കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി സബ്ഉ ഇമാറാത്ത്. 7 എമിറേറ്റുകൾ കൂടിച്ചേരുന്നതാണ് യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ്. ജാമിഉ സൈതൂന തഖഫി. സൈതൂന പള്ളി എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ഓപ്ഷൻ എ മിസ്ർ, ഓപ്ഷൻ ബി തൂനിസ്, ഓപ്ഷൻ സി അൽ ഇറാഖ്, ഓപ്ഷൻ ഡി അൽ മറാക്കിഷ്. കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി തൂനിസ്. തുനീഷ്യയിലാണ് ജാമിഉ സൈതൂന സ്ഥിതി ചെയ്യുന്നത്. അടുത്ത ചോദ്യം, ഫർളു ഹലരി തജവുൽ യഅനി ബിൽ ലുഗൽ ഇൻജിലീസിയ. ഇംഗ്ലീഷിൽ ഈ ഒരു സ്റ്റേറ്റ്മെന്റിന്റെ ട്രാൻസ്ലേഷൻ എന്താണ്? ഓപ്ഷൻ എ ടു റിസ്ട്രിക്ട് ഗാദറിംഗ്, ഓപ്ഷൻ ബി ടു ബാൻ ഓപ്പണിംഗ് ഓഫ് ഷോപ്സ്, ഓപ്ഷൻ സി ടു ഇംപോസ് കർഫ്യൂ, ഓപ്ഷൻ ഡി ടു റിസ്ട്രിക്ട് ആക്സസ് ടു മെയിൻ റോഡ്സ്. കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി ടു ഇംപോസ് കർഫ്യൂ എന്നുള്ളതാണ് ഫർളു ഹലരി തജവുൽ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അടുത്ത ചോദ്യം, അൽ ആബ്നൂസ് ഖശ്ബുൻ അസ്വദുൻ സുൽബുൻ യലഉ മിൻഹു ബഅ്ലുൽ അദവാത് വൽ അസാസ് യൻബതു ഫി. അൽ ആബ്നൂസ് അതായത് എബണി എന്ന് പറയുന്നത് ഒരു മരത്തടിയാണ്. ഒരു കറുപ്പ് നിറത്തിലുള്ള വളരെ ഉറപ്പുള്ള ഒരു മരത്തടിയാണ് എബണി എന്ന് പറയുന്നത്. അതുകൊണ്ട് ഒരുപാട് ഉപകരണങ്ങളും ഒരുപാട് ഫർണിച്ചേഴ്സും ഉണ്ടാക്കാറുണ്ട്. ഈ ഒരു എബണി എന്ന് പറയുന്ന മരം എവിടെയാണ് വളരുന്നത്? ഓപ്ഷൻ എ അൽ ഹിന്ദ്, ഓപ്ഷൻ ബി അൽ ഹബ്ഷ, ഓപ്ഷൻ സി അൽ യമൻ, ഓപ്ഷൻ ഡി അമേരിക്ക. കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ ആൻഡ് ബി ആണ്. ഇന്ത്യയിലും ഹബ്ഷയിലും അൽ ആബ്നൂസ് എബണി എന്ന് പറയുന്ന മരം കണ്ടുവരാറുണ്ട്. അടുത്ത ചോദ്യം, അയ്യു കലിമ ഷാദ ബൈനൽ കലിമാത്തിൽ മദ്കൂറ അദ്നാഹു. താഴെ കൊടുത്തതിൽ ഏതാണ് ഒറ്റപ്പെട്ട് കിടക്കുന്നത്? ഓപ്ഷൻ എ സൂഖു ദഹബ്, ഓപ്ഷൻ ബി സൂഖു സൗദാ, ഓപ്ഷൻ സി സൂഖു ഹുറ, ഓപ്ഷൻ ഡി സൂഖു നഖദ്. അതായത് ഗോൾഡ് മാർക്കറ്റ്, ബ്ലാക്ക് മാർക്കറ്റ്, ഫ്രീ മാർക്കറ്റ്, മണി മാർക്കറ്റ്. കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ ആണ്, സൂഖു ദഹബാണ്. ഓപ്ഷൻ ബിയും ഓപ്ഷൻ സിയും ഓപ്ഷൻ ഡിയും അതായത് സൂഖു സൗദാ, സൂഖു ഹുറ, സൂഖു നഖദ് എന്ന് പറയുന്നത് വിപണിയുടെ അല്ലെങ്കിൽ ഓരോ ചന്തയുടെ സ്വഭാവ രീതിയാണ്. എന്നാൽ സൂഖു ദഹബ് എന്ന് പറയുന്നത് ഒരു തരത്തിലുള്ള
മാർക്കറ്റാണ്. സ്വർണം കച്ചവടം ചെയ്യുന്ന, അതായത് ഒരു പ്രത്യേക വസ്തു കച്ചവടം ചെയ്യുന്ന ഒരു മാർക്കറ്റാണ് സൂഖ് ദഹബ് എന്ന് പറയുന്നത്. ബാക്കിയുള്ളതെല്ലാം വിപണിയുടെയും മാർക്കറ്റിംഗ് രീതികളാണ് ഉദ്ദേശിക്കുന്നത്. അടുത്ത ചോദ്യം, മൻലിമത്തു തആവുനുൽ ഇസ്ലാമി മൻലിമത്തുൻ സിയാസിയ യബ്ലഉ അദദു അഅ്ളാഇഹ അദ്ദുവൽ. ഓപ്ഷൻ എ 52, ഓപ്ഷൻ ബി 67, ഓപ്ഷൻ സി 57, ഓപ്ഷൻ ഡി 22. കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി ആണ്. ഓർഗനൈസേഷൻ ഓഫ് ഇസ്ലാമിക് കോപ്പറേഷൻ, ആ ഒരു സംഘടനയാണ്. അതിൽ എത്ര അംഗത്വമുള്ള രാഷ്ട്രങ്ങളുണ്ട്? എത്ര രാഷ്ട്രങ്ങളുടെ അംഗത്വമാണ് മൻലിമത്തു തആവുനുൽ ഇസ്ലാമിയിൽ ഉള്ളത്? ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. 57 രാഷ്ട്രങ്ങളാണ് അതിൽ ഉൾപ്പെടുന്നത്. അടുത്ത ചോദ്യം, ജലസ ത്വാലിബു ജിൽസത മുഅല്ലിമിഹി കലിമത്തു ജിൽസത്ത് ഫിൽ മിസാലുൽ മദ്കൂർ അലാഹു മിസാലുല്ലി. ഇവിടെ ജലസ ത്വാലിബു ജിൽസത മുഅല്ലിമിഹി എന്നുള്ളതിൽ ഈ ജിൽസത്ത് എന്ന് പറയുന്ന വാക്ക് എന്താണ്? ഓപ്ഷൻ എ ഇസ്മുൽ മസ്ദർ, ഓപ്ഷൻ ബി മസ്ദറുൽ മറ, ഓപ്ഷൻ സി മസ്ദറുൽ ഹൈഅ, ഓപ്ഷൻ ഡി അൽ മസ്ദറു സിനാഇ. ഇവിടെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി ആണ്, മസ്ദറുൽ ഹൈഅയാണ്. ജലസ ത്വാലിബു വിദ്യാർത്ഥി ഇരുന്നു, ജിൽസത മുഅല്ലിമിഹി തന്റെ അധ്യാപകന്റെ ഇരുത്തം. അപ്പൊ അധ്യാപകൻ എങ്ങനെയാണോ ഇരിക്കുന്നത് ആ രൂപത്തിലാണ് വിദ്യാർത്ഥി ഇരുന്നത്. അപ്പൊ ഇവിടെ ജിൽസത്ത് എന്ന് പറയുന്ന മസ്ദർ രൂപത്തെ ചിത്രീകരിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോ ജിൽസത്ത് എന്ന് പറയുന്നത് മസ്ദറുൽ ഹൈഅയാണ്, രൂപത്തിനെ കാണിക്കാൻ വേണ്ടിയുള്ള മസ്ദറാണ് ജലസയുടെ ജിൽസത്ത് എന്ന് പറയുന്ന മസ്ദർ. ഇനിയിപ്പോ ജൽസത്ത് എന്ന് പറയുകയാണെങ്കിൽ അത് എത്ര തവണയാണ്, എത്ര പ്രാവശ്യമാണ് ഇരുന്നത് എന്ന് മറത്തിനെ കാണിക്കാൻ വേണ്ടിയായിരിക്കും. അടുത്ത ചോദ്യം, അൽ കലിമത്തുല്ലത്തി ലാ തഹുന്നു ബിൽ ആലമി സഹാഫ, ഈ ജേർണലിസവുമായി ബന്ധപ്പെട്ട വാക്കുകളിൽ ഉൾപ്പെടാത്തത് ഏതാണ്? ഓപ്ഷൻ എ സുഹ്ഫുൻ യൗമിയ, ഓപ്ഷൻ ബി സഫായിഹുൻ ഹദീദിയ, ഓപ്ഷൻ സി മുറാസിലുൻ സുഹ്ഫി, ഓപ്ഷൻ ഡി മുഅ്തമിറുൻ സുഹ്ഫി. കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ്, സഫായുൻ ഹദീദിയാണ്. സുഹ്ഫുൻ യൗമിയ എന്ന് പറയുന്നത് ഡെയിലി ന്യൂസ് പേപ്പർ, മുറാസിലുൻ സുഹ്ഫി എന്ന് പറയുന്നത് ന്യൂസ് റിപ്പോർട്ടർ, മുഅ്തമിറുൻ സുഹ്ഫി എന്ന് പറയുന്നത് പ്രസ് കോൺഫറൻസ്. അപ്പോൾ ഇതിലൊന്നും ഉൾപ്പെടാത്തതാണ് ഓപ്ഷൻ ബി സഫായുൻ ഹദീദിയ. സഫായുൻ ഹദീദിയ എന്ന് പറയുമ്പോൾ അയൺ ഷീറ്റ്സ്, ഇരുമ്പ് കൊണ്ടുള്ള ഷീറ്റുകൾക്കാണ് ഉദ്ദേശിക്കുന്നത്. അടുത്ത ചോദ്യം, അസ്ലിഹത്തു ദിമാറു ഷാമിൽ യഅനി ബിൽ ലുഗൽ ഇൻജിലീസിയ, ഇതിന്റെ ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ ആണ് ചോദിക്കുന്നത്. ഓപ്ഷൻ എ വെപ്പൺസ് ഓഫ് കോംപ്രിഹെൻസീവ് ഡിസ്ട്രക്ഷൻ, ഓപ്ഷൻ ബി ആർംസ് ഓഫ് ടോട്ടൽ എനിഹിലേഷൻ, ഓപ്ഷൻ സി ആർംസ് ഓഫ് മാസ് ഡിസ്ട്രക്ഷൻ, ഓപ്ഷൻ ഡി വെപ്പൺസ് ഓഫ് മാസ് ഡിസ്ട്രക്ഷൻ. കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി ആണ്, അസ്ലിഹത്തു ദിമാറു ഷാമിൽ എന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് വെപ്പൺസ് ഓഫ് മാസ് ഡിസ്ട്രക്ഷൻ ആണ്. അടുത്ത ചോദ്യം, തഅസ്സസത് അൽ ജംഇയ്യത്തുൽ അറബിയ അൽ ഫതാത്ത് ആം, അൽ ജംഇയ്യത്തുൽ അറബിയ അൽ ഫതാത്ത് ഏത് വർഷമാണ് സ്ഥാപിച്ചിട്ടുള്ളത്? ഓപ്ഷൻ എ 1909, ഓപ്ഷൻ ബി 1911, ഓപ്ഷൻ സി 1914, ഓപ്ഷൻ ഡി 1917. കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ്, 1911 അൽ ജംഇയ്യത്തുൽ അറബിയ അൽ ഫതാത്ത് സ്ഥാപിക്കുന്നത്. അടുത്ത ചോദ്യം, ഹദ്ദിദിൽ ജുംല സ്വഹീഹ മിമ്മാ യഅതി, താഴെ കൊടുത്തതിൽ ശരിയായ സ്റ്റേറ്റ്മെന്റ് തിരഞ്ഞെടുക്കാന്. ഓപ്ഷൻ എ ഹസൽതു ഫി ഷഹാദത്തി ദക്തൂറ, ഓപ്ഷൻ ബി ഹസൽതു മിൻ ഷഹാദത്തി ദക്തൂറ, ഓപ്ഷൻ സി ഹസൽതു അലാ ഷഹാദത്തി ദക്തൂറ, ഓപ്ഷൻ ഡി ഹസൽതു ഷഹാദത്ത് ദക്തൂറ. കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി ആണ്, ഹസൽതു അലാ ഷഹാദത്തി ദക്തൂറ. ഹസലയുടെ കൂടെ വരുന്ന ഫ്രേസ് എന്ന് പറയുന്നത് ഹസല അല എന്നാണ്. ഖർബ മിൻ, ബഅദ അൻ, അതേപോലെ വരുന്ന ഒരു ഫ്രേസ് ആണ് ഹസല അല എന്നുള്ളത്. അടുത്ത ചോദ്യം, സൊൻആ ഹിയ ആസിമ
സൊൻആ എന്ന് പറയുന്നത് ഏതിന്റെ തലസ്ഥാനമാണ്? ഓപ്ഷൻ എ അൽ ബഹ്റൈൻ, ഓപ്ഷൻ ബി ഒമാൻ, ഓപ്ഷൻ സി തൂനിസ്, ഓപ്ഷൻ ഡി അൽ യമൻ. കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി ആണ്, യമൻ ആണ്. യമനിന്റെ തലസ്ഥാനമാണ് സൊൻആ. അടുത്ത ചോദ്യം, അഹദത്തുൽ അഫ്കാറിൽ ഖൗമിയ തതസറബു ഇലൽ വതനിൽ അറബി ഫിൽ ഖർൻ. ഏത് നൂറ്റാണ്ടിലാണ് അറബ് ലോകത്തേക്ക് ദേശീയ ചിന്തകളും ആശയങ്ങളും കടന്നു വരാൻ തുടങ്ങിയത്? ഓപ്ഷൻ എ അസാബി അഷർ, ഓപ്ഷൻ ബി അസാമിൻ അഷർ, ഓപ്ഷൻ സി അത്താസി അഷർ, ഓപ്ഷൻ ഡി അൽ ഇശ്രീൻ. കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി ആണ്, അത്താസി അഷറാണ്. 19ാം നൂറ്റാണ്ടിലെ അവസാനത്തിലും 20ാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിലുമായിട്ടാണ് ദേശീയ ചിന്തകളും ആശയങ്ങളും എല്ലാം അറബ് ലോകത്തേക്ക് കടന്നു വരുന്നത്. അടുത്ത ചോദ്യം, അൽ മുസ്തലഹുൽ അറബിയിൽ കലിമത്തി ഫാമിൻ ഹുവ. ഫാമിൻ എന്ന് പറയുന്ന ഒരു വാക്കിന്റെ അറബി പദം എന്താണ്? ഓപ്ഷൻ എ ഫജാഅ, ഓപ്ഷൻ ബി സറാഅ, ഓപ്ഷൻ സി മഖാഫ, ഓപ്ഷൻ ഡി മജാഅ. കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി മജാഅ എന്നാണ്. ഫാമിൻ അതായത് ക്ഷാമം, ദാരിദ്ര്യം, ഇല്ലായ്മ. അടുത്ത ചോദ്യം, അൽ മുസ്തലഹുൽ ഇൻഗ്ലീസിയിൽ കലിമത്തി മുനാഖഷ ഹുവ. മുനാഖഷ എന്ന് പറയുന്ന വാക്കിന്റെ ഇംഗ്ലീഷ് ടേം എന്താണ്? ഓപ്ഷൻ എ ട്രംഫറ്റ്, ഓപ്ഷൻ ബി ഇൻട്രിക്കേറ്റ്, ഓപ്ഷൻ സി ഡിബേറ്റ്, ഓപ്ഷൻ ഡി റിബേറ്റ്. കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി ഡിബേറ്റ് എന്നുള്ളതാണ്. മുനാഖഷ എന്ന് പറയുന്നത് ഡിബേറ്റ് ആണ്. അടുത്ത ചോദ്യം, അൽ മുസ്തലഹുൽ ഇൻഗ്ലീസിയിൽ കലിമത്തി സുൽത്ത ഹുവ. സുൽത്ത എന്ന് പറയുന്ന ആ ഒരു വാക്കിന്റെ ഇംഗ്ലീഷ് ടേം എന്താണ്? ഓപ്ഷൻ എ അതോറിറ്റി, ഓപ്ഷൻ ബി ഡെൻസിറ്റി, ഓപ്ഷൻ സി ഡൈനാസ്റ്റി, ഓപ്ഷൻ ഡി സ്കേഴ്സിറ്റി. കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ ആണ്, അതോറിറ്റി. സുൽത്ത എന്ന് പറയുമ്പോൾ അതോറിറ്റി, അധികാരം. അടുത്ത ചോദ്യം, അൽ ഹർബുൽ അഹ്ലിയ സൂരിയൽ ഹാലിയ ഹിയ സിറാഉൻ മുസ്ലിഹുൻ മുസ്തമിറുൻ ഫി സൂരിയ മുൻദു സന. ഏത് വർഷം മുതലാണ് സിറിയയിൽ കണ്ടിന്യൂസ് ആയിട്ട് അൽ ഹർബുൽ അഹ്ലിയ സൂരിയ നടക്കുന്നത്? ഓപ്ഷൻ എ 2009, ഓപ്ഷൻ ബി 2013, ഓപ്ഷൻ സി 2011, ഓപ്ഷൻ ഡി 2015. കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി 2011. 2011 മുതലാണ് ഈ ഒരു യുദ്ധം സിറിയയിൽ നടന്നു വരുന്നത്.